السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മിനിങ്ങളെ മിനാത്തുകളെ, വിശുദ്ധമായ സംസം നാം അത് എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, അവിടുത്തെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ പറയുകയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഖാ സഗീറൻ വലാ കബീറൻ ജൂഅൻ വലാ അതിശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിലോ വലുപ്പത്തിലോ വിശപ്പിനെക്കുറിച്ചോ ദാഹത്തിനെക്കുറിച്ചോ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹദി അവർകൾ പറയുന്നു. മാത്രമല്ല, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കെ തന്നെ രാവിലെ സംസം കിണറിന്റെ അടുത്തേക്ക് പോവുകയും സംസം കുടിക്കുകയും പിന്നീട് ഭക്ഷണം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചരിത്രത്തിലേക്ക് നാം കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് സംസമിന്റെ പ്രത്യേകതയാണ്. തിരുവയുടെ പല ഹദീസിലായി കാണാം, ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മക്കയിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ 30 ദിവസത്തോളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് ആര് ആഹാരം നൽകി? സംസം വെള്ളമല്ലാതെ മറ്റൊരാഹാരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ വയറിൻ്റെ മടക്കുകൾക്ക് ചതവ് സംഭവിക്കാത്ത വിധം ഞാൻ തടിച്ചിരിക്കുന്നു, എൻ്റെ വയറിന് വിശപ്പിൻ്റെ യാതൊരു തളർച്ചയും അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അനുഗ്രഹീത ജലമാണ്, അത് വിശപ്പിന് പരിഹാരവുമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് വിശപ്പിന് പരിഹാരമാവുക, എങ്ങനെയാണ് അത് ഔഷധമാവുക? മറ്റു ജലങ്ങൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ സംസം വെള്ളത്തിനുണ്ട്. അതിൻ്റെ ഔഷധ വീര്യം തന്നെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവനകൾ കാണുക, ഏതുദ്ദേശത്തിന് സംസം കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം. മാഉ സംസം ലിമാ ശരിബ ലഹു. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, വിശപ്പടക്കണമെന്ന ലക്ഷ്യത്തോടെ നീ അത് കുടിച്ചാൽ അള്ളാഹു നിന്റെ വിശപ്പടക്കി തരും. അതുപോലെ തന്നെ ദാഹം തീർക്കണമെന്ന കരുതിയാണ് കുടിച്ചതെങ്കിൽ അത് ദാഹശമനമാണ്. കാരണം അത് ജിബ്രീലിന്റെ പാദസ്പർശനവും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാനീയവുമാണ് എന്ന് ദാറുഖുത്നി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഇത്രയും മഹത്തായ ആ വെള്ളം കുടിക്കുമ്പോൾ നാം എന്താണ് കരുതേണ്ടത്? ഇഹപര ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് കുടിക്കലാണ് സുന്നത്ത്. സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുമോ അതിനുള്ളതാണ് എന്നതാണ് അതിന് അടിസ്ഥാനം. അവൻ്റെ ആവശ്യങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ കരുതാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഉദ്ധരണി ഇങ്ങനെ കാണാം, രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് നീ സംസം കുടിക്കുന്നുവെങ്കിൽ അള്ളാഹു നിനക്ക് രോഗശമനം നൽകും. വിശപ്പടക്കാൻ വേണ്ടി നീ അത് കുടിക്കുന്നുവെങ്കിൽ അള്ളാഹു നിന്റെ വിശപ്പടക്കി തരും. ദാഹം തീർക്കാൻ നീ അത് കുടിക്കുന്നുവെങ്കിൽ അള്ളാഹു നിന്റെ ദാഹം തീർത്തു തരും. ഈ ഉദ്ധരണി ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ ഒരു സമൂഹം അവരുടെ മഹത്തായ വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംസം കുടിക്കുകയും അങ്ങനെ ആ ലക്ഷ്യങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, ലോകപ്രശസ്തനായ
കർമ്മശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു സംസം കുടിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സമകാലികളിൽ ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി തീരലാണ്. അത് അദ്ദേഹത്തിന് സാധ്യമാവുകയും ചെയ്തു. എന്നാൽ ഇമാമുൽ അഇമ്മ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു അത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിവിന്റെ വാതായനങ്ങൾ മുഴുവനും കീഴടക്കാൻ സാധിച്ചു. അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചു. എത്രത്തോളം എന്നാൽ അബൂ ഹാക്കിം റളിയല്ലാഹു അൻഹു രചനാ ഭംഗിക്ക് വേണ്ടിയാണ് സംസം കുടിച്ചത്. അദ്ദേഹത്തിന് സമകാലികൾ ഏറ്റവും മെച്ചപ്പെട്ട ഗ്രന്ഥകാരനായി തീർന്നു. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാരുടെ ചരിത്രത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ അവർ സംസം ഉദ്ദേശിച്ചു കുടിച്ചപ്പോൾ അവർക്കത് സാധ്യമായി എന്നതാണ്. അപ്പോൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും സംസം കുടിക്കൽ സുന്നത്താണ്. ഹജിമാർക്കും ഉംറ ചെയ്യുന്നവർക്കും സിയാറത്ത് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് പുണ്യചനമാണ്. ആഹാരത്തിനും പാനീയത്തിനും ശമനദായകവും ഔഷധവുമാണ്. ലക്ഷ്യസാഫല്യത്തിനുള്ള മധ്യവർത്തിയാണ് വിശുദ്ധമായ സംസം. ഐഹിക ലക്ഷ്യത്തിനും പാരിസ്ഥിതിക ലക്ഷ്യത്തിനും വേണ്ടി അത് കുടിക്കാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മീൻ അടക്കമുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളിലും ഇതേക്കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അള്ളാഹു അത് കൂടുതൽ കുടിച്ചുകൊണ്ട് അതിൻ്റെ മുഴുവൻ മഹത്വങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.